വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ ബിഡിജെ സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനം പിന്നീടെന്ന് തുഷാർ വെള്ളാപ്പള്ളി. രാഹുൽ ഗാന്ധി വന്നാൽ ബിജെപിയുമായി സീറ്റ് വെച്ച് മാറുമെന്നും തുഷാർ. ആലത്തൂരിൽ ടി വി ബാബു, ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ, മാവേലിക്കരയിൽ തഴവ സഹദേവൻ എന്നിവരും മത്സരിക്കും. കാര്യത്തിൽ ഒരു തീരുമാനം ആത്രത്തോളം കാലം അങ്ങനെ ആലോചന ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അപ്പം തന്നെ ഇരുന്ന് തീരുമാനിക്കാൻ ആലോചിച്ചിട്ടുള്ളത്. കൂടി തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ ഷാജഹാൻ നൽകും. ഷാജഹാൻ, തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണോ? അതോടൊപ്പം തന്നെ മറ്റ് പല സമ്മർദ്ദങ്ങളും ഇപ്പോൾ തൃശൂർ സീറ്റിനായി ഇപ്പോൾ ബിജെപിക്കുള്ളിലുള്ള സാഹചര്യത്തിൽ ഏത് തരത്തിൽ നിലവിലെ സാഹചര്യം പ്രതിരോധിക്കാനാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. കൃഷ്ണ, തുഷാർ വെള്ളാപ്പള്ളി ഏതാണ്ട് തൃശ്ശൂരിൽ തന്നെ മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ബിഡിജെഎസിന്റെ പ്രഖ്യാപിക്കാനുള്ള. ബാക്കി 3 സീറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ തുഷാർ വേണ്ടിവന്നാൽ വയനാട്ടിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ഥാനത്ത് മത്സരിക്കണമെന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നിലയമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലില്ല എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം SNDP ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ്, അല്ലാതെ SNDP യോഗത്തിന്റെ തീരുമാനമല്ല. അത്തരത്തിലുള്ള യോഗ തീരുമാനം വന്നു കഴിഞ്ഞാൽ അതന്നേരം തീരുമാനിക്കും. അതിന് രാജിവെക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്നേരം തീരുമാനമെടുക്കുന്നതാണ് തുഷാർ സാധ്യത. ഇതോടൊപ്പം തന്നെ BJPയുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ, ചെയർമാൻ, ബോർഡ് സ്ഥാനമാനങ്ങളൊക്കെ തന്നെ നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ബിഡിജെഎസിന് ലക്ഷ്യമായതായും തുഷാർ ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് BJPയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിട്ടാൻ മത്സരിക്കാൻ തയ്യാറായതെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഷാജഹാനാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് ബിജെപിയുടെ മുന്നറിയിപ്പ്. തൃശൂരിലെ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നും ബിജെപി. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കും കീറിയ ചാക്കും ഒരുപോലെയെന്ന PS ശ്രീധരൻപിള്ള. വിശദാംശങ്ങൾ നൽകാൻ ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, വയനാട് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃശൂരിലെ സീറ്റ് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ധാരാളം ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഏത് തരത്തിൽ ബിജെപിക്കുള്ളിൽ നിലവിലെ ഭിന്നത പരിഹരിക്കാൻ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ, ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ സംസ്ഥാന നേതൃയോഗം തിരുവല്ലയിൽ അവസാനിച്ചു. നേതൃയോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് യോഗം മുഖ്യമായും ചർച്ച ചെയ്തത്. അതേസമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും ആദ്യഘട്ടത്തിൽ തിരിച്ചടിയാണെന്ന വിലയിരുത്തലും സംസ്ഥാന നേതൃത്വം നടത്തി. അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സീറ്റുമായി ബന്ധപ്പെട്ട് തൃശൂരിലാണ് തുഷാർ ആദ്യം മത്സരിക്കുന്നതെന്ന് വിവരങ്ങൾ പുറത്തു വന്നത്. തുടർന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ വയനാട് തന്നെ തുഷാർ മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നത്. നിലവിൽ ഈ 2 സീറ്റ് ഒഴിച്ച് ബാക്കി 3 സീറ്റുകളും ആലത്തൂർ, മാവേലിക്കര ഉൾപ്പെടെയുള്ള 3 സീറ്റുകളും എല്ലാം പ്രഖ്യാപനം പുറത്തു വന്നതോടെ ഈ 2 സീറ്റുകളിലാണ് ഇപ്പോൾ അവ്യക്തത തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP നേതൃത്വം ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകണം എന്ന് തുഷാറിനോട് ആവശ്യപ്പെട്ടത്. നിലവിൽ കോൺഗ്രസ് പട്ടിക നീളുന്നതോടെയാണ് വയനാട്ടിൽ ആര് BJP സ്ഥാനാർത്ഥിയായി NDAയുടെ സ്ഥാനാർത്ഥി ആര് മത്സരിക്കുന്ന അവ്യക്തതയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് തൃശ്ശൂരോ വയനാടോ ഈ 2ൽ ഒരു സീറ്റിൽ വ്യക്തത വേണം എന്ന് തന്നെ നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ നേതൃയോഗം പറയുന്ന എന്തും അനുസരിക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. നേതൃയോഗം പറഞ്ഞാൽ മാറും. തുടർന്നുള്ള തീരുമാനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ അറിയിക്കും എന്ന് തന്നെയാണ് തുഷാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ന് നടന്ന നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ, വയനാട് സീറ്റുകളിലെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ നാളെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് തുഷാർ ഇപ്പോൾ നേതൃയോഗത്തെ അറിയിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. ഗീവർഗീസ്, അതേ സംബന്ധിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് സീറ്റുകളിൽ പിന്നീട് സ്ഥാനാർത്ഥി നിർണയം നടത്താമെന്ന തരത്തിൽ ഇപ്പോൾ BDJS മുന്നോട്ട് പോകുമ്പോഴും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട് സീറ്റ് വെച്ച് മാറാൻ തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് തനിക്ക് രാഹുൽ ഗാന്ധി ആണ് മത്സരിക്കുന്നതെങ്കിൽ പോലും മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട്, എന്നാൽ പ്രഖ്യാപനം നടത്തേണ്ടത് താനല്ല എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് BJPക്കുള്ളിലെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഒരു സമ്മർദ്ദം തന്നെയല്ലേ?
തീർച്ചയായും ക്രിസ്ത്യൻ, ആദ്യഘട്ടത്തിൽ BDJS പ്രവർത്തകരാണ് തുഷാർ വയനാട്ടിൽ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിലവിൽ ആൻഡോ എന്ന സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിടെ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ ശക്തനായ കരുത്തനായ ഒരു എതിരാളി വേണം, അത് തുഷാർ മാത്രമായിരിക്കുമെന്നാണ് BDJSന്റെ അവകാശവാദം. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ തുഷാർ മത്സരിക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. എന്നാൽ കോൺഗ്രസ് പട്ടിക നീളുന്നു, വയനാടും വടകരയും ഒന്നും ചിത്രത്തിൽ വന്നിട്ടില്ല. പ്രധാനമായും വയനാട് വരുന്നില്ല. ഇതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ ഇതിനൊരു വ്യക്തത, പുതിയ പട്ടിക പുറത്തു വന്നിട്ടും ഇതിലൊരു വ്യക്തത വരുന്നില്ല. ഈ സാഹചര്യം കൊണ്ട് തന്നെയാണ് വയനാട്ടിലെ NDAയുടെ സീറ്റ് നിർണയം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തനങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നൊരു കാര്യവും മുന്നണിയിലെ പ്രവർത്തകർ തന്നെ നേതൃത്വത്തെ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഈ രണ്ടിലൊരു സീറ്റിൽ ഉടൻ തന്നെ തീരുമാനം വേണം, ഏതിൽ ഉറച്ചു നിൽക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതായത് നിലവിൽ ഏത് സീറ്റിലാണ് താങ്കൾക്ക് മത്സരിക്കാൻ താല്പര്യം എന്ന് വ്യക്തമാക്കണമെന്ന് നേതൃയോഗം ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നുള്ള കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. അതായത് വയനാടാണോ തൃശ്ശൂരാണോ താൻ മത്സരിക്കുന്നത് വരും 2 ദിവസങ്ങളിൽ തന്നെ താൻ വ്യക്തമാക്കുമെന്ന് തുഷാർ പറഞ്ഞത്. വ്യക്തമാണ് ഗീവർഗീസ്. തൃശ്ശൂരും വയനാടും ഒഴിച്ചിട്ട് BDJS തീരുമാനം കാത്തിരുന്ന് NDAയും. വിശദാംശങ്ങൾ നൽകിയത് ഗീവർഗീസ് ആണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് BJPയുടെ മുന്നറിയിപ്പ്, സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് BJP നൽകിയ മുന്നറിയിപ്പ്. അതേസമയം BJPയിൽ പൊട്ടിത്തെറി, സീറ്റ് നിഷേധിച്ചതിനെതിരെ BJP സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും രംഗത്ത്. പാർട്ടിയെ കുറ്റപ്പെടുത്തി മുരളി മനോഹർ ജോഷി കാൺപൂർ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് എഴുതിയ കത്ത് പുറത്തായി. മുതിർന്ന നേതാക്കൾക്കെതിരെ മോദി അമിത്ഷാ നീക്കത്തിൽ RSS തലവൻ മോഹൻ ഭഗവത്തിനും അമർഷമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BJP MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ ഈ ആഴ്ച കോൺഗ്രസിൽ ചേരും. BJPയിൽ കലാപക്കൊടി ഉയരുന്നു. മോദി അമിത്ഷാ പ്രമാദിത്വത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലമായ വാരണാസി 2014 മത്സരിക്കാനായി കൈയടക്കിയ മോദി പകരം നൽകിയ കാൺപൂർ സീറ്റ് ഇത്തവണ മുരളി മനോഹർ ജോഷിക്ക് നൽകുന്നില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി റാംലാൽ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി വ്യക്തമാക്കി കാൺപൂരിലെ പ്രവർത്തകർക്ക് ജോഷി എഴുതിയ കുറിപ്പ് പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും പിന്മാറുന്നതായി സ്വയം പ്രഖ്യാപിക്കാൻ മുരളി മനോഹർ ജോഷിയോട് ദൂതന്മാർ മുഖേന മോദിയും അമിത്ഷയും ആവശ്യപ്പെട്ടെങ്കിലും നേരിട്ട് സംസാരിക്കാത്തതിനാൽ മുരളി മനോഹർ ജോഷി ദൂതന്മാരോട് പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കാൻ അവർ ഭയപ്പെടുന്നുവെന്നായിരുന്നു ജോഷിയുടെ ചോദ്യം. LK അദ്വാനിയോടും വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സമീപിച്ചെങ്കിലും ഉത്തരവാദിത്വപ്പെട്ടവർ സംസാരിക്കട്ടെ എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും സംസാരിച്ചില്ല. സീറ്റില്ല എന്ന കാര്യം പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്വാനി അറിഞ്ഞത്. സ്ഥാപക നേതാക്കളെ അവഗണിച്ചതിൽ RSS തലവൻ മോഹൻ ഭഗവതിനും അമർഷമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പട്ന സാഹിബിലെ BJP സിറ്റിംഗ് MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരുമെന്ന് ബീഹാർ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ അഖിലേഷ് പ്രസാദ് സിംഗ് പ്രഖ്യാപിച്ചു. BJPയിലെ മോദി വിമർശകനായ ശത്രുഘ്നൻ സിൻഹയ്ക്ക് ഇത്തവണ BJP സീറ്റ് നൽകിയിട്ടില്ല. പകരം രവിശങ്കർ പ്രസാദിനെയാണ് പട്ന സാഹിബിൽ മത്സരിപ്പിക്കുന്നത്. 28-29 തീയതികളിൽ ദില്ലിയിലെത്തുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഹാറിൽ BJP നേതാവ് രവിശങ്കർ പ്രസാദിനെതിരെ പ്രതിഷേധം. കരിങ്കൊടി കാട്ടിയും തമ്മിൽ തല്ലിയും പ്രതിഷേധം. RK സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശത്രുഘ്നൻ സിൻഹയെ വെട്ടി രവിശങ്കർ പ്രസാദിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെതിരെയാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതായിരുന്നു രവിശങ്കർ പ്രസാദ്. നോട്ട് നിരോധനത്തിന്റെ മറവിൽ BJP വൻ അഴിമതി നടത്തിയതായി കോൺഗ്രസ്. നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ഗുജറാത്തിലെ BJP നേതാവാണ് പണം മാറ്റി നൽകിയതെന്നും കോൺഗ്രസ്. വിശദാംശങ്ങൾ ഹരീഷ് നൽകും. ഹരീഷ്, നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ട് ഉപയോഗിച്ച വൻ അഴിമതി, അതും ഗുജറാത്തിലെ BJP നേതാക്കൾ നടത്തിയതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവിടുമ്പോൾ ക്രമക്കേടിന്റെ വ്യാപ്തി ഏത് തരത്തിൽ വിവരിക്കാം? ക്രിസ്ത്യന നവംബർ 8 നരേന്ദ്രമോദി ഏറ്റവും വലിയൊരു പൊട്ടത്തരം കാണിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഫൂളിഷ്നെസ് ആണ് നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നത്. കാരണം ഈ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയ സമ്പ്രദായം ശരിയായ നടപടിയല്ല. കേരളത്തിലെ BJP നേതാക്കളടക്കം ആദ്യമേ ഈ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു 3 ലക്ഷം കോടി രൂപ തിരിച്ചു വരില്ല, കോടി രൂപ എല്ലാം തന്നെ ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്ന എല്ലാ ആശയങ്ങളും മുന്നോട്ട് വെച്ചു. ഏറ്റവും നല്ല വിജയകരമായ നേട്ടമാണ് 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധനം നടപ്പിലാക്കിയെന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ആ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമാണ്. കാരണം
കഴിഞ്ഞ RBIയുടെ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ 99.3% നോട്ടുകൾ തിരിച്ചു വന്നു. ഇനി ആകെ വരാനുള്ള 1000 കോടി രൂപ മാത്രമാണ് വരാനുള്ളത്. ബാക്കിയുള്ള നോട്ടുകളെല്ലാം തിരിച്ചു വന്നു. പക്ഷേ മുദ്ര കണക്കെല്ലാം തന്നെ അവിടെ പിഴച്ചിരുന്നു. പക്ഷെ അതിന് പിറകിൽ തന്നെ വ്യക്തമായ അജണ്ട മോദി സർക്കാർ ഉണ്ടെന്നുള്ളത് തെളിയിക്കുന്ന ഒരു വാർത്ത, ഒരു ക്ലിപ്പുകളാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് പുറത്തുവിട്ട ക്ലിപ്പുകൾ പ്രകാരം നോക്കുമ്പോൾ പ്രധാനമായി തന്നെ 5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 കോടി രൂപ തിരിച്ചു നൽകും. 5 കോടി പഴയ നോട്ടുകൾ 1000ന്റെയും 500ന്റെയും കൊടുത്തു കഴിഞ്ഞാൽ 3 കോടി രൂപ തിരിച്ചു നൽകും. ആ 3 കോടി രൂപ തിരിച്ചു നൽകുന്നതെല്ലാം തന്നെ നോട്ടുകൾ നടപ്പിലായിട്ട് 2 മാസത്തിനപ്പുറം തന്നെ നവംബർ 8 നോട്ടുകൾ ഉണ്ടാവുന്നു. ആ ജനുവരി മാസം ഫെബ്രുവരി മാസം പേപ്പർ പ്രകാരം നോക്കുമ്പോൾ, അതായത് ആ വീഡിയോ ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട്, ആ പേപ്പറിന്റെ ദിവസം കാണിക്കുന്നുണ്ട്, ആ ന്യൂസ് പേപ്പർ ദിവസം കാണിക്കുന്നു. ന്യൂസ് പേപ്പറിൽ ജനുവരി മാസമാണ് കാണിക്കുന്നത്. ജനുവരി മാസം ആകുമ്പോഴേക്കും 50 കോടിയോളം രൂപയുടെ 2000ന്റെ പുതിയ നോട്ടുകൾ BJPയുടെ ഓഫീസിലെത്തുന്നു. ആ നോട്ടുകൾ 3 ലക്ഷം, അതായത് 3 കോടി രൂപ നൽകുകയാണ്. അതായത് 5 കോടി രൂപ കൊടുത്താൽ 3 കോടി രൂപ പുതിയ നോട്ട്, 2000ന്റെ പുതിയ നോട്ട് തിരിച്ചു നൽകും. അപ്പൊ ഇത്രയും നോട്ട് തുക എവിടുന്ന് വന്നു? കാരണം നമ്മൾ കണ്ടതാണ്, നോട്ടിന് മാറ്റാൻ വേണ്ടി 2000 രൂപ അടക്കമുള്ള നോട്ടുകൾ മാറ്റാൻ വേണ്ടി, 1000 നോട്ടുകൾ മാറ്റാൻ വേണ്ടി തന്നെ ജനങ്ങൾ പറയുന്ന ഈ ബാങ്കുകൾക്ക് മുന്നിൽ വരിക്ക് നിൽക്കുന്നു. ആ വരിക്ക് നിൽക്കുന്ന സമയത്ത് പോലീസ് ഓഫീസേഴ്സ് വന്ന് തല്ലി ചതയ്ക്കുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഉണ്ടായപ്പോൾ BJPയുടെ ഓഫീസിലാണ് ഇത്രയും വലിയ തുക, 50 കോടിയുള്ള രൂപ 2000ന്റെ പുതിയ നോട്ടുകൾ കിട്ടിക്കിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് എങ്ങനെ വന്നു എന്നാണ് പ്രധാനമായി തന്നെ കോൺഗ്രസ് ചോദിക്കുന്നത്. കപിൽ സിബൽ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, ഗുലാം നബി ആസാദ് അടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ LJD നേതാവും അതുപോലെ തന്നെയുള്ള നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാം ഒന്നിച്ചാണ് പത്രസമ്മേളനം നടത്തിയത്. പക്ഷേ പത്രസമ്മേളനം നടത്തിയെന്ന് വ്യക്തമാകുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പുകളെ കുറിച്ച് ഒരു വ്യക്തമായ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചില്ല. അവർ പറഞ്ഞ ഒരു സ്വകാര്യ കമ്പനിയുടെ ക്ലിപ്പിൽ നിന്നാണ് വീഡിയോ ലിങ്കാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞങ്ങൾ ഡൗൺലോഡ് എടുത്തത്. ആ ലിങ്ക് നോക്കി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത്. എന്തായാലും രാജ്യത്ത് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ഹരീഷ്, അതോടൊപ്പം നമുക്കറിയാം, ഈ നോട്ട് മാറിക്കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂവിൽ നിന്ന് മരണം വരെ എത്രയോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ നോട്ട് നിരോധനത്തിന്റെ മറവിൽ ഇത്രയും വലിയ ഒരു എമൗണ്ട് വെച്ച് BJP നേതാക്കൾ അഴിമതി നടത്തുന്ന സാഹചര്യം, ഈ ഒരു വീഡിയോയുടെ ആധികാരികത സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അതിന്റെ വിശദാംശങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ടോ? കോൺഗ്രസ് വ്യക്തമാക്കിയ കാര്യം, കോൺഗ്രസ്കാരോട് നമ്മൾ അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളോട് എല്ലാവരോടും ഒരുമിച്ച് ചോദിച്ചൊരു ചോദ്യം, എവിടെ നിന്നാണ് ഈ വീഡിയോ ക്ലിപ്പ് കിട്ടിയത്? ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ദൃശ്യം നിങ്ങൾ പകർത്തിയെടുത്തതാണോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അതിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ ഒരു സ്വകാര്യ കമ്പനിയുടെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. പക്ഷെ ഇത്രയും ഈ പറയുന്ന പല തെളിവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ വീഡിയോ ക്ലിപ്പ് പ്രകാരം. ആ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ വീഡിയോ ക്ലിപ്പ് എടുത്ത ആൾ വ്യക്തമായി തന്നെ അന്നത്തെ ദിവസത്തെ ദിനപത്രം എടുക്കുന്നു. ആ ദിനപത്രത്തിന്റെ ദിവസം കാണിക്കുന്നുണ്ട്. ആ ദിവസം ജനുവരി മാസമാണ് കാണിക്കുന്നത്. എന്നാൽ ആ നവംബർ 8 ഈ പറയുന്ന നോട്ട് നിരോധനം നടപ്പിലാക്കുന്നു. ജനുവരി ആകുമ്പോഴേക്കും 2 മാസം തികയുമ്പോഴേക്കും ഇത്രയും വലിയ തുക 50 കോടിയോളം രൂപ തന്നെ BJPയുടെ ഓഫീസിലെത്തുന്നു. ഇത് എങ്ങനെ നടപ്പിലാവുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. കാരണം രാജ്യം നടുങ്ങിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ നോട്ട് നിരോധനം. കാരണം പെട്ടെന്നൊരു ദിവസം രാത്രിയോട് കൂടി തന്നെയാണ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിറകെ തന്നെ ജനങ്ങൾ ബാങ്കിലേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ബാങ്കിൽ നിന്ന് 1000 രൂപയോ 2000 രൂപയോ മാത്രം അക്കൗണ്ടിലുള്ള പാവപ്പെട്ട വ്യക്തികൾക്ക് പോലും നോട്ടുകൾ മാറ്റേണ്ട സാഹചര്യം വരുന്നു. അവർ വരിക്ക് നിൽക്കുന്ന അവരെ മാനസികമായും ശാരീരികമായും പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സർക്കാർ ജീവനക്കാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനു മുന്നേ പുറത്തു വന്നതാണ്. ഇതിനെക്കുറിച്ച് തന്നെ പാർലമെന്റിൽ വലിയൊരു ചോദ്യം പുറത്തു വന്നിരുന്നു. കാരണം ഈ വിഷയത്തിൽ എത്ര പേർ നോട്ട് നിരോധനം മൂലം എത്ര പേർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കണക്കുണ്ടോ എന്നുള്ള ചോദ്യം പാർലമെന്റിൽ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. ആ പാർലമെന്റ് ആ ചോദ്യം ചോദിച്ചപ്പോൾ അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ കണക്കൊന്നും തങ്ങളുടെ കയ്യിലില്ല. ഒരു SBI ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ തങ്ങൾക്ക് അറിയൂ എന്ന് പറഞ്ഞതിനെ ഏറ്റവും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. കാരണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയാണ് മോദി സർക്കാർ ചെയ്തതെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു തെളിവ് കൂടിയായിരുന്നു ആ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വലിയ രാജ്യത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 കോടി 2000ന്റെയും 500ന്റെയും 1000ന്റെയും 500ന്റെയും പഴയ നോട്ട് കൊടുത്താൽ 3 കോടി രൂപയുടെ പുതിയ നോട്ട് തിരിച്ചു നൽകും. ആ തിരിച്ചു നൽകുന്ന നോട്ടുകൾ ഇനി ഞങ്ങൾക്ക് മുംബൈയിലാണ് എത്തിക്കേണ്ടതെല്ലാം പറയുമ്പോൾ അമിത്ഷായുടെ ഒരു ചിത്രം എടുത്ത് കാണിക്കുന്നു. അമിത്ഷായുടേതാണെന്ന് പറഞ്ഞാൽ കടത്തിവിടുന്നെല്ലാം പറയുന്നു. അങ്ങനെ തരത്തിൽ വളരെ ഒരു വിശാലമായ ഒരു വലിയൊരു കള്ളക്കടത്ത് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ക്രിസ്റ്റീന, തീർച്ചയായും ഹരീഷ്, കപിൽ സിബൽ ഇത്തരത്തിലൊരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ നമുക്കറിയാം അദ്ദേഹം അഭിഭാഷകനാണ്, നിയമത്തിന്റെ എല്ലാവിധ തലങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും ആധികാരികത ഉള്ള ഒരു വീഡിയോ തന്നെ ആവണം കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലെ അന്വേഷണം സംബന്ധിച്ച് ഇനി തുടർ അന്വേഷണം സംബന്ധിച്ച് കപിൽ സിബൽ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഏത് തരത്തിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്? അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അവർ ഏത് തരത്തിലാണ് വിവരിക്കുന്നത്?
നിലവിൽ വീഡിയോ ക്ലിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കാരണം നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകളല്ലേ, നിങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. അതിൽ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വിശാലമായ അന്വേഷണം നടത്തുമെന്നൊരു ഉറപ്പ് കപിൽ സിബൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത്. കാരണം ഈ വിഷയത്തിൽ നോട്ട് നിരോധനം തൊട്ടുപിറകുമെങ്കിൽ ഇത്ര വിഷയം 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ പ്രധാനമായി തന്നെ ഇനിയൊരു സൈബർ ലോകത്ത് നിന്ന് ഈ ലിങ്ക് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൂടുതൽ അന്വേഷണം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ വളരെ വിശാലമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കപിൽ സിബൽ അതുപോലെ തന്നെ LJD നേതാക്കളടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഇന്ന് വന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെയായിരുന്നു പത്രസമ്മേളനം. രാജ്യത്ത് നടുക്കിയൊരു പത്രസമ്മേളനം എന്ന് നമുക്കെതിരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇനി എന്തായാലും ഇത്രയും വലിയ തുകയാണ്. കാരണം 1 2 രൂപയല്ല. കാരണം സാധാരണ ജനങ്ങൾ ഈ പറയുന്ന വെറും 500 രൂപയുടെ നോട്ടുകൾ മാറ്റാൻ വേണ്ടി ദിവസങ്ങളോ വരിക്ക് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ വരിക്ക് നിന്ന് വൈകുന്നേരം തിരിച്ചു മടങ്ങി വീട്ടിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡലം എന്ന ഇതിനെ വിശേഷിപ്പിക്കണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന തോമസ് ഐസക് ഈ വിഷയം ഈ പറഞ്ഞ നവംബർ 8 ഇങ്ങനെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയപ്പോൾ തന്നെ പ്രധാനമായി വ്യക്തമാക്കിയിരുന്നു. ഇത് ഏറ്റവും വലിയൊരു അബദ്ധമായ നടപടിയാണ്. കാരണം ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ട് വലിക്കുമെന്ന് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അന്നെല്ലാം തന്നെ BJP നേതാക്കൾ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചു. ഇത് വളരെ വലിയ വിജയമായിരിക്കും, 3 ലക്ഷം കോടി രൂപ തിരിച്ചു വരില്ല, അതെല്ലാം കള്ളനോട്ടാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ 99.3% നോട്ടുകളും തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു ഫൂളിഷ്നെസ് ആണ് ഇതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇത് BJPക്ക് വലിയ കനത്ത തിരിച്ചടി തന്നെ നൽകും. കാരണം ഈ നോട്ട് നിരോധനം ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് കർഷക ജനങ്ങൾ ആദ്യമേ തെളിയിച്ചാണ്. കാരണം കർഷക ജനങ്ങളെല്ലാം സജീവമായി തന്നെ ഈ നോട്ട് നിരോധനം തൊട്ട് പിന്നെ തന്നെയാണ് സജീവമായി തന്നെ സമര പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങിയത്. അവർ തെരുവിലേക്ക് ഇറങ്ങിയതും ഈ സാഹചര്യത്തിലാണ്. കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ട് വലിക്കുക മാത്രമാണ് നോട്ട് നിരോധനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ തെളിവുകൾ ഇതിനും തന്നെ പുറത്തുവിട്ടിരുന്നു. ഹരീഷ്, ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കിയ വലിയൊരു വിളംബരമായിരുന്നു കള്ളപ്പണം തടയാൻ വേണ്ടി നോട്ട് നിരോധിച്ച ഒരു പ്രഖ്യാപനം. അത് രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാക്കിയ പ്രതിസന്ധിയും പിന്നീട് അങ്ങോട്ട് ഉണ്ടാക്കിയ എല്ലാവിധ പ്രതിസന്ധികളും ആശങ്കകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. നോട്ട് മാറിക്കിട്ടാൻ സാധാരണക്കാരൻ ക്യൂവിൽ നിൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കോൺഗ്രസിന്റെ തന്നെ കപിൽ സിബൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ഗുജറാത്തിലെ നേതാക്കൾ പുതിയ നോട്ട് ഉപയോഗിച്ച് വലിയ തരത്തിൽ നോട്ട് ഉപയോഗിച്ച് അഴിമതി നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ നെഞ്ചത്തടിച്ച് ഇത്തരത്തിൽ ഒരു നോട്ട് നിരോധനത്തിന്റെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തുകയും എന്നാൽ അവരുടെ തന്നെ നേതാക്കൾ ഇത്തരത്തിൽ വൻ അഴിമതി നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തെ BJPയുടെ മറ്റൊരു മുഖം എന്ന് പറയുന്നതിനും അപ്പുറം ഏത് തരത്തിൽ ഈ ഒരു അഴിമതിയെ ക്രമക്കേടിനെ വിലയിരുത്തണം? ഈ കാര്യത്തില് ലോകത്തിനുണ്ടായിരുന്ന സംശയം ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇതിനു മുമ്പും കള്ളപ്പണം ഒഴിവാക്കുന്നതിന് വേണ്ടി നോട്ടുകൾ മാറുക, ആ നിലയ്ക്ക് പുതിയ നോട്ടുകൾ വരുമ്പോഴേക്കും പഴയ നോട്ടുകൾ അസാധുവാക്കുക, സമയബന്ധിതമായി പഴയ നോട്ടുകളെ അസാധുവാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സമ്പദ്ഘടനയിൽ, ലോകത്ത് ഏത് സമ്പദ്ഘടനയിലും പ്രവർത്തിക്കുന്നു എന്നൊരു സ്വാഭാവിക കാര്യമാണ്. അതിനപ്പുറം ഒന്നും ഒരു നടപടിയും കള്ളപ്പണത്തിനെതിരെ ലോകം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ നോട്ട് തന്നെ അങ്ങ് നിരോധിക്കുന്നു. ഇന്ന് രാത്രി 8 മണി മുതൽ ആ നോട്ട് നിലവിലില്ല എന്ന് മോദി പ്രഖ്യാപിക്കുമ്പം പിന്നെ ആ നോട്ട് എന്ത് ചെയ്യും? അപ്പോൾ ആ നോട്ട് കൈവശം വെച്ചിരുന്ന കള്ളപ്പണക്കാരും അല്ലാത്തവരുമൊക്കെ ഒരുപോലെ ഫ്രാൻറ്റിക് ആവും. എത്തും പിടിയും കിട്ടാത്ത വലിയൊരു അപായകരമായൊരു ചുഴിയിലേക്ക് ജനങ്ങൾ എടുത്തെറിയപ്പെടും. ഈ പണം എന്ത് ചെയ്യും എന്ന കാര്യം. ആ അർത്ഥത്തിലുള്ള ഗതിമുട്ടിയ ജനതയാണ്, നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത ആളുകളാണ് അവരുടെ കയ്യിലുള്ള അവശിഷ്ട നോട്ടുമായി ഇവിടെ ക്യൂവിൽ പോയി നിന്നത് എന്ന് നമുക്കറിയാം. ആ സമയത്ത് മോദി എന്ത് ചെയ്യുകയായിരുന്നു? ഇതാണല്ലോ നാം ആലോചിക്കേണ്ടത്. അന്ന് നമുക്കറിയാവുന്നമാര് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞല്ലോ, ഒരു ഡേറ്റ് വെച്ചിട്ട് 3 മാസത്തപ്പുറത്തെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഇന്ന ദിവസം മുതൽ ഈ നോട്ടുകൾക്ക് പ്രാബല്യമില്ലാതാകും. ആ 3 മാസത്തെ കൊണ്ട് ആളുകൾക്ക് അവരുടെ നോട്ട് മാറ്റിയെടുക്കാം. എന്ത് വ്യത്യാസമാണ് വരുന്നത്? പക്ഷേ ഉടനടി തന്നെ നിരോധിക്കുന്നത് എന്തിനായിരുന്നു? അങ്ങനെ നിരോധിക്കുന്ന എന്തിനായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഉത്തരമാണ് ഇപ്പോൾ നാം ദൃശ്യത്തിൽ കാണുന്നത്.
അപകടകരമായി പെട്ടെന്ന് നോട്ട് ഇല്ലാതാകുക. അപ്പോൾ കൈവശം നോട്ടുള്ള കള്ളപ്പണക്കാരും അല്ലാത്തവരുമൊക്കെ ഓടി മുട്ടും. അവർക്ക് എവിടുന്നെങ്കിലും ഇത് മാറ്റി കിട്ടണം. ആ സമയത്ത് ആ നോട്ടിന് വിലപേശി, പഴയ നോട്ടുകൾക്ക് വിലപേശി 10%, 20%, 30%, 40%, ഒടുവിൽ 60% വരെ വില കുറച്ച് പഴയ നോട്ടുകൾ വിറ്റ് പുതിയ നോട്ടുകൾ കൊടുത്തു. ആ പുതിയ നോട്ടുകൾ അവരുടേതാകുന്ന 60% അത് ആ വ്യത്യാസം ഒരു ഡിവിഡന്റായി വിറ്റവർക്ക് മാർക്കും. എത്ര രീതിയിലുള്ള ഒരു അരിത്മെറ്റിക് ആണ്. സുന്ദരമായ ഒരു കണക്കല്ലേ, കണക്ക് ശാസ്ത്രമല്ലേ അവിടെ നടന്നത്. നോക്കൂ, സത്യത്തിൽ നവംബർ 8-ാം തീയതി രാത്രി ഇത് പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം ഈ നോട്ട് നിരോധനം RBI അംഗീകരിച്ചിട്ടില്ല എന്ന്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു നടപടിയാണ് അയാൾ അവിടെ നിന്നാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത് എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ അയാൾ ഇന്ത്യയോട് കാണിച്ച വഞ്ചനയുണ്ടല്ലോ. സ്വന്തം ആളുകൾക്ക് പണമുണ്ടാക്കി കൊടുക്കാൻ, നോട്ട് മാറുന്നതിലൂടെ പണമുണ്ടാക്കി കൊടുക്കാൻ കാണിച്ച അതിസാമർഥ്യമുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇനി ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുക? നോക്കൂ, ഇവിടെ നാം വേറൊരു കാര്യം കൂടി പരിശോധിക്കണം. എല്ലാ ദിവസവും റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ബാങ്കാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബാങ്ക്, അത് SBI ആകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് ആകട്ടെ, അന്ന് വൈകുന്നേരം 6 മണിക്ക് ആ ബാങ്കിലുള്ള തുക കൃത്യമായും റിസർവ് ബാങ്കിനെ അറിയിക്കും. അങ്ങനെ അറിയിച്ചുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും നോട്ട് എണ്ണിത്തീരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്നെ പോലെയുള്ളവർക്ക് ഇതിനകത്ത് ഭയങ്കരമായ തട്ടിപ്പും കള്ളത്തരവും ഉണ്ട് എന്ന് തോന്നിയിരുന്നു. നോട്ടെണ്ണാനെന്ന് ആ നിലയ്ക്ക് നോട്ട് എണ്ണിത്തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആളുകൾക്ക് ആവശ്യം പോലെ നോട്ട് വിൽക്കാൻ പഴയ നോട്ടിന് പുതിയ നോട്ട് പകരം കൊടുത്തുകൊണ്ട് എല്ലാവരും പണക്കാരാകാൻ, അതിന്റെ ഭാഗം സ്വയം പണക്കാരനാകാൻ ഒരു പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമായിരിക്കും. ഇത്ര അധമ സ്വഭാവത്തോടു കൂടിയ ഒരു തട്ടിപ്പ് ലോകത്തൊരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടുണ്ടാകില്ല. തീർച്ചയായും സുരേന്ദ്രബാബു, വളരെ നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് കൂടി ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തീർച്ചയായും നോട്ട് നിരോധനത്തിന്റെ മറവിൽ BJP നടത്തിയ വൻ അഴിമതി സംബന്ധിച്ച് കോൺഗ്രസിന്റെ തന്നെ കപിൽ സിബൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ്. അത് മറ്റൊന്നുമല്ല, നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്ന ദൃശ്യങ്ങൾ. ഗുജറാത്തിലെ BJPയുടെ നേതാക്കൾ നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്ന വിലപേശി കച്ചവടം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, റിസർവ് ബാങ്ക് അടക്കം ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കിയ പ്രതികരണം എന്ന് പറയുന്നത് 99.3% കള്ളനോട്ടുകളും തിരിച്ചെത്തി എന്നത് തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഒരു നോട്ട് നിരോധനത്തിൽ കൂടി ഉണ്ടായ സാമ്പത്തിക വളർച്ച എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നുള്ളതും വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ നോട്ട് നിരോധനത്തിന് സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, BJP നേതാക്കൾക്ക് ആർക്കും ആശങ്കയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കപിൽ സിബൽ ഇത്തരത്തിൽ ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിടുമ്പോൾ എന്താണ് ഈ നോട്ട് നിരോധനം കൊണ്ട് മോദി രാജ്യത്തിന് ചെയ്തത് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ നോട്ട് നിരോധനം എന്നതുകൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്, പൊതുസമൂഹത്തോട് പറഞ്ഞത്, രാജ്യദ്രോഹികളെ നേരിടുന്നതിനും കള്ളപ്പണം തടയുന്നതിനും വിദേശത്തു നിന്നുമുള്ള നിക്ഷേപം അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടി നടത്തുന്ന വിപ്ലവാത്മകമായ നടപടി എന്നുള്ള നിലയിൽ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണ് മോഡി ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പ്രചാരണം വരികയും അത്തരമൊരു കാര്യം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മോഡിയെയും BJPയെയും കേന്ദ്ര സർക്കാരിനെയും എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം ആദ്യമൊന്ന് നിശബ്ദമാകുകയും ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പദ്ധതി എന്ന പ്രചാരവേല വരുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുത്താൽ ആ നിലപാട് രാജ്യദ്രോഹ നിലപാടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് എല്ലാവരും നിശബ്ദരായി നിന്നു, ഞെട്ടലോടുകൂടിയാണെങ്കിലും എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രൊപ്പഗണ്ടയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളല്ല നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ കള്ളപ്പണമുണ്ട്, അതെല്ലാം തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിക്ക് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് BJPയുടെ പല നേതാക്കളുടെയും വീട്ടിൽ നിന്ന് കള്ളനോട്ട് അടിക്കുന്ന മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, കള്ളനോട്ടുകളടക്കം പിടിക്കുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള കാര്യമാണ്. അന്നൊക്കെ ഈ വരുന്ന ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ
ദേശീയ സുരക്ഷ, ദേശീയ ബോധം ഇതൊക്കെ BJPക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്, BJPയുടെ ദേശീയ നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടുള്ളത്, പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഓരോ സന്ദർഭങ്ങളിലും വരുന്ന വിഷയങ്ങളിൽ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഈ നോട്ട് നിരോധനത്തിന് നേട്ടം, നോട്ട് നിരോധിച്ചതിന്റെ മാഹാത്മ്യം 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു വിഷയം ചർച്ചയാക്കുന്നതിന് BJP തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തെ കള്ളക്കളി പൊതുസമൂഹത്തിന് വളരെ സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UP തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നോട്ട് നിരോധനം എന്ന് പറയുന്ന നടപടി അപ്രതീക്ഷിതമായി ഗവൺമെന്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഉദ്ദേശം വളരെ ദുരൂഹമായിരുന്നു, വ്യക്തമായിരുന്നു. ഗവൺമെന്റ് ഉദ്ദേശം ഇന്ത്യയിലെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകളെയും തകർക്കുക, ഇന്ത്യയിലെ മുഴുവൻ സാമ്പത്തിക സംവിധാനങ്ങളെയും തകർക്കുക. അത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അവരെയൊക്കെ തകർത്തുകൊണ്ട് BJPയിൽ കേന്ദ്രീകൃതമായ ധനവിനിയോഗം, BJPയുടെ നിയന്ത്രണത്തിലുള്ള ധനവിനിയോഗം, അതിനുവേണ്ടി റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി അതിനുവേണ്ടി പകരമായിട്ടുള്ള RSS ആഭിമുഖ്യമുള്ള ആളുകളെ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് BJPയോടൊപ്പം നിൽക്കുന്ന ആളുകളെ ഈ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഇന്നിപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് പോലും കൃത്രിമം കാണിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. യഥേഷ്ടം ഇവിടെ സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായും ശ്രീ അനിൽ ബോസ്, 2016 നവംബർ 8 നരേന്ദ്രമോദി കൊണ്ടുവന്ന നോട്ട് നിരോധനം മണ്ടൻ തീരുമാനം തന്നെ. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ RBIയുടെ മുൻ ഉദ്യോഗസ്ഥൻ തങ്കച്ചൻ കൂടി ചേരുകയാണ്. ശ്രീ തങ്കച്ചൻ, നോട്ട് നിരോധനത്തിന്റെ മറവിൽ BJP നേതാക്കൾ, ഗുജറാത്തിലെ BJP നേതാക്കൾ നടത്തിയ അഴിമതിയുടെ ദൃശ്യങ്ങൾ അടക്കം കപിൽ സിബൽ പുറത്തുവിട്ടിരിക്കുകയാണ്. നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്നതാണ് ദൃശ്യങ്ങൾ. നമുക്കറിയാം, ഈ നോട്ട് നിരോധനം കൊണ്ട് സാമ്പത്തിക മേഖലയ്ക്കുണ്ടാക്കിയ തിരിച്ചടി എത്രത്തോളമാണെന്നറിയാം. RBI അടക്കം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതാണ് 99.3% നിരോധിച്ച നോട്ടുകളും തിരികെ എത്തി എന്നത്. മോദിയുടെ ഈ ഒരു പ്രഖ്യാപനം ഇത്രയും നാളുകൾക്ക് ശേഷവും RBIയുടെ ഒരു വ്യക്തമായ തീരുമാനത്തിന്, അല്ലെങ്കിൽ RBIയുടെ അഭിപ്രായം ആരാഞ്ഞെങ്കിലും ഒരു അഭിപ്രായം RBI അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പൊടുന്നനെ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ നോട്ട് നിരോധനം. അതിനുശേഷം ഉണ്ടായ പ്രതിസന്ധികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഒരു നോട്ട് നിരോധനത്തെ ഏത് തരത്തിലാണ് വിലയിരുത്തേണ്ടത്? നോട്ടുകളുടെ എണ്ണം, തിരികെ വന്ന നോട്ടുകളുടെ എണ്ണം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന കണക്കനുസരിച്ച് 99.33% എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കള്ളനോട്ടുകൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി പ്രചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. അങ്ങനെ നടപ്പിലാക്കിയെങ്കിൽ അതിൽ 99.3% നോട്ടുകൾ തിരികെ വന്നുവെന്ന് റിസർവ് ബാങ്ക് കണക്ക് നൽകുമ്പോൾ അത് കള്ളനോട്ടുകൾ ഉൾപ്പെടെ മാറിയെടുത്തിട്ടുണ്ടോ എന്ന് വളരെ സമഗ്രമായി രാജ്യ താല്പര്യത്തിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പോ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ RBIയുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നുവെങ്കിലും RBIയുടെ ഒരു തീരുമാനം അറിയുന്നതിന് മുമ്പ് തീർച്ചയായും RBI ഇത്തരത്തിലൊരു പൊടുന്നനെയുള്ള നോട്ട് നിരോധനത്തോട് സഹകരിക്കില്ല എന്ന് നരേന്ദ്രമോദിക്കും അറിയാമായിരുന്നതല്ലേ? എന്നിട്ടും ഇത്തരത്തിൽ പൊടുന്നനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിലെ കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ മുന്നിൽ വെച്ചാവാം കേന്ദ്രം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നാണ് താങ്കൾ കരുതുന്നത്? സെൻട്രൽ ബോർഡാണ്. ആ ബോർഡ് എന്ന് കൂടി എന്ന് ഇപ്പോ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. വിവരാവകാശ നിയമപ്രകാരം ആ ബോർഡിൽ സംബന്ധിച്ചവരാരൊക്കെയാണ്, ആ ബോർഡിൽ ആരൊക്കെ സംബന്ധിച്ചിരുന്നു, അവരിൽ ആരൊക്കെ ഇപ്പോൾ ബാക്കിയുണ്ട് എന്നുള്ളവരൊക്കെ രാജ്യം അന്വേഷിക്കേണ്ടതാണ്. അത് വളരെ ഗൗരവകരമായിട്ട് രാജ്യം അന്വേഷിക്കേണ്ടതാണ്. രാജ്യത്തിന് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇത് രാജ്യ താല്പര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട വസ്തുതകളാണ്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ തങ്കച്ചൻ, ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. നോട്ട് നിരോധനത്തിൽ റിസർവ് ബാങ്കിന്റെ തീരുമാനം കാക്കാൻ നിൽക്കാതെ മോദി എടുത്ത തീരുമാനം മണ്ടൻ തീരുമാനം. ഇപ്പോൾ
സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം കപിൽ സിബൽ പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. മറ്റൊന്നുമല്ല, നോട്ട് നിരോധനത്തിന്റെ മറവിൽ ബിജെപി വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ ബിജെപി നേതാക്കൾ നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസിന്റെ കപിൽ സിബൽ പുറത്തുവിട്ടിരിക്കുകയാണ്. നിരോധിച്ച 5 കോടിയുടെ നിരോധിത നോട്ടുകൾക്ക് പകരം 3 കോടിയുടെ പുതിയ നോട്ടുകളാണ് മാറ്റി നൽകുന്നത്. 2016 നവംബർ 8-ന് മോദി നടത്തിയ പരിഷ്കരണം, നോട്ട് നിരോധനം ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധികളും നമുക്കറിയാം. ഈ ഒരു തീരുമാന പ്രഖ്യാപനത്തിലൂടെ, ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ മോദി വരുത്തി തീർത്തത് എത്രത്തോളം പ്രതിസന്ധിയാണ്? ആ പ്രതിസന്ധി മനസ്സിലാക്കാൻ ഇപ്പോഴാണ് അതായത് ആ കർമ്മം നടന്ന സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ പോലും അറിയാതെ, അതായത് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റിയാണ്. കറൻസിയെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും അവസാന വാക്ക് റിസർവ് ബാങ്കിന്റെയാണ്. ആ റിസർവ് ബാങ്ക് പോലും അറിയാതെ അന്ന് റിസർവ് ബാങ്ക്, അതായത് രഘുറാം രാജൻ റിസൈൻ ചെയ്തു പോയി. പകരം അവരുടെ തന്നെ നോമിനി ആയിട്ടാണ് ഉർജിത് പട്ടേൽ വന്നത്. പക്ഷെ എന്നിട്ട് പോലും ഉർജിത് പട്ടേൽ പോലും അറിയാതെ പുള്ളിയുടെ തീരുമാനം, പുള്ളി അരുത് എന്ന് പറഞ്ഞത് വകവെക്കാതെ ലാസ്റ്റ് മിനിറ്റിലാണ് അദ്ദേഹം അറിയുന്നത്. അറിയുന്ന സമയത്ത് പാടില്ല, അത് വലിയ അപകടം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ ഇങ്ങനെ നോട്ട് നിരോധനം കൊണ്ടുവന്നു. 86.6% കറൻസി നോട്ടാണ് അന്ന് നിരോധിച്ചത്, 500,000 രൂപകളുടെ. അപ്പോ അന്ന് നാം വിചാരിച്ചിരുന്നത് ഇത് കള്ളപ്പണത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ എന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെയല്ല, മറിച്ച് BJP ഒരു കുത്തകകളുടെ അതുപോലെ അഴിമതിക്കാരുടെ എല്ലാം കരാറെടുത്ത ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് അവരുടെ തന്നെ, അതായത് അവരുടെ തന്നെ ആൾക്കാരുടെ കയ്യിലാണ് കള്ളപ്പണം കുമിഞ്ഞുകൂടിയിരുന്നത്. ആ കള്ളപ്പണം ആരും കണ്ടുപിടിക്കാതെ അത് മുഴുവനും മാറ്റിയെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അത്തരക്കാർ മാത്രമായിട്ട് ഇത്തരം രേഖകൾ കൈമാറ്റം ചെയ്തുകൊണ്ടും മാത്രമാണ് ഈ ഒരു നോട്ട് നിരോധനം ഗവൺമെന്റ് കൊണ്ടുവന്നത്, നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് ഇപ്പോൾ ഒക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. മാത്രവുമല്ല, ആ നോട്ട് നിരോധനം മൂലം ഇവിടെ 90 മുതൽ 96% വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മൈക്രോ, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സ്തംഭനാവസ്ഥയിലായി. അങ്ങനെയാണ്, അതായത് അനുദിന ജീവസന്ധാരണത്തിന് മാർഗമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കഥ നാം കണ്ടു. നോട്ടിനു വേണ്ടി കാത്തുനിന്ന് വീണ് മരിച്ചവരുടെ കഥ നമുക്ക് മറക്കാം. പക്ഷെ അതിനുശേഷം ഉണ്ടായത് ഏകദേശം 2% GDP ഇടിവുണ്ടായത്. ആ ഇടിവ് മറയ്ക്കാനും വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഇന്ത്യയുടെ GDP സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ മുഴുവനും തിരുത്തി, അതായത് യഥാർത്ഥ കണക്കുകൾ തിരുത്തി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് തെറ്റായ കണക്കുകൾ പുറത്തുവിട്ട ഗവൺമെന്റ് ആണ്. റേറ്റിംഗ് ഏജൻസീസിന്റെയും വിദേശ രാജ്യങ്ങളുടെയും വിശ്വാസ്യത കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് കള്ളക്കണക്കുകൾ കെട്ടിച്ചമച്ചത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് തൊഴിലില്ലായ്മ നാം കണ്ടു കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് തൊഴിൽ കൂപ്പുകുത്തി. അപ്പൊ ഇങ്ങനെ ഏത് ഭാഗത്ത് നോക്കിയാലും കാർഷിക വൻ കർഷക മാർച്ചുകൾ, കർഷക ആത്മഹത്യകൾ നിരന്തരമാണ്. 5000-ത്തിനടുത്ത് കർഷകരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇന്ത്യയിൽ. അതുപോലെ സർവതോമുഖമായ രീതിയിൽ ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും റാൻ മൂലിയായി നടക്കുന്ന സംഗതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുവർത്തികളായ ആൾക്കാർക്ക് ഇപ്പോഴും കള്ളനോട്ട് വെള്ളനോട്ടാക്കി മാറാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ശ്രീമതി മേരി ജോർജ്, നമുക്കറിയാം
തീർച്ചയായും 2016 നവംബറിൽ എടുത്ത ഒരു തീരുമാനം, അതും RBIയോട് തീരുമാനം അഭിപ്രായം പേരിന് ചോദിക്കുന്ന ഒരു സാഹചര്യം. ഈ തീരുമാനം പ്രഖ്യാപനത്തിന് 2.5 മണിക്കൂറിന് മുമ്പ് മാത്രമാണ് RBIയോട് ഇത്തരത്തിലൊരു കാര്യം അറിയിക്കുന്നത്. എന്നാൽ RBIയുടെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയും പലതരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നരേന്ദ്രമോദി കണ്ണീർ വാർക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ അമ്മ ഇത്തരത്തിൽ നോട്ട് മാറാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നതുമെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് നരേന്ദ്രമോദി ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്തതാണ്. ഇപ്പോൾ കപിൽ സിബൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ മറ്റൊരു പരിസരം കൂടി പറഞ്ഞാൽ, നിരോധിച്ച 5 കോടിയുടെ നോട്ടുകൾക്ക് പകരം 3 കോടിയുടെ പുതിയ നോട്ടുകൾ മാറ്റി നൽകുന്ന സാഹചര്യം. പണം കൈമാറ്റം നടന്നത് അഹമ്മദാബാദിലെ ഒരു ഫാമിൽ വെച്ച്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ അമിത്ഷാ നോക്കും എന്ന് തന്നെയാണ് ഗുജറാത്തിലെ BJP നേതാവ് പറയുന്നത്. ഈ ഒരു സാഹചര്യം, ഇനി തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു മുഖം പുറത്തു വന്നത് തീർച്ചയായും നല്ലൊരു ലക്ഷണം തന്നെയല്ലേ ജനങ്ങൾക്ക് തിരിച്ചു ചിന്തിക്കാൻ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്ന മീഡിയകളും വളരെ സ്തുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരിൽ ചെന്ന് പറ്റണം. അവർക്ക് കൃത്യമായിട്ട് ഈ വിശ്വാസ വഞ്ചന, അതായത് ഓരോ ഇന്ത്യക്കാരുടെയും കയ്യിൽ 15 ലക്ഷം രൂപ എത്തിക്കുമെന്ന് പറഞ്ഞ മോദി ആണ് ഇത്രയധികം വലിയ വിശ്വാസ വഞ്ചന നടത്തി. അതായത് ഗവൺമെന്റ് ഈ ഇത്ര വലിയ വിശ്വാസ വഞ്ചനയും കള്ളത്തരവും ജനങ്ങളുടെ മുൻപിൽ അവരെ തിരിച്ചറിയായി. ഇപ്പൊ ഈ കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവന്നത് നമുക്കറിയാം. 6000 രൂപ 3 ഗഡുക്കളായി 1 വർഷം കർഷകന് കൊടുക്കുമെന്ന്. കേരളത്തിലെ സാധാരണ നല്ല മനുഷ്യർ അതിനേക്കാൾ ഭിക്ഷ കൊടുക്കാറുണ്ട് ഒരു വർഷം. അങ്ങനെയുള്ള തരത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ വെറും ഭിക്ഷക്കാരായി താഴ്ന്ന് കണ്ട മോദിയുടെയും അമിത്ഷായുടെയും ആ എത്ര വികൃതമാണ് എന്ന് കാണിക്കുന്നതാണ് ഈ 5 കോടി പഴയ രൂപയ്ക്ക് പകരം 3 കോടി പുതിയ രൂപ കൈമാറ്റം ചെയ്യുന്ന ആ ദൃശ്യം. അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന കൈരളി ടിവിയും തീർച്ചയായും സ്തുത്യർഹമായ സേവനമാണ് നടത്തുന്നത്. വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് നടത്തിയ ഒരു അവലോകനം തീർച്ചയായും ശ്രദ്ധേയമാണ്. മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ക്രൂരതയുടെ ഒരു മുഖം തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങളോട് കാണിച്ച കടും വഞ്ചനയാണ് ഈ ഒരു നോട്ട് നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമെന്നായിരുന്നു ശ്രീമതി മേരി ജോർജ് പ്രതികരിച്ചത്. ഇപ്പോൾ ഹരീഷ് ലൊഴിക്ക് കൂടി ചേരുകയാണ്. ഹരീഷ്, ഗുജറാത്തിലെ നേതാക്കൾ അമിത്ഷായുടെ ചിത്രം ഉപയോഗിച്ച് നടത്തിയ ഒരു വൻപൻ ക്രമക്കേട്, നിരോധിത നോട്ട് 5 കോടിക്ക് പകരം പുതിയ നോട്ട് 3 കോടി കൊടുക്കുന്ന ഈ ഒരു ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുന്ന സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം ക്ഷീണം ഉണ്ടാക്കും? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. നോട്ട് നിരോധനം പൂർണ്ണ പരാജയമാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സമര പോരാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ 2 വർഷത്തോളം തന്നെ. 2016 നവംബർ 8 ശേഷം തന്നെ ഇന്ത്യ കാരണം നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച കർഷക റാലിയും അത് തന്നെ ഈ പാർലമെന്റ് സ്ട്രീറ്റിൽ നടക്കുന്ന നിരവധി പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ വാർത്ത കൊടുത്തു. അതെല്ലാം തന്നെ ഈ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി നടന്ന പ്രത്യാഘാതങ്ങൾ തന്നെയാണ്, അതിന്റെ ആഘാതങ്ങൾ തന്നെയാണ്. എന്തായാലും ജനങ്ങൾ അതിൽ കനത്ത തിരിച്ചടി മോദി സർക്കാർ നൽകുമെന്നുള്ള ഉറപ്പാണ്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോ ക്ലിപ്പുമായി സജീവമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസിനൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ഈ പറയുന്ന പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വീഡിയോ ക്ലിപ്സ് അടക്കമുള്ള ഒരു പത്രസമ്മേളനമാണ് ഇന്ന് കോൺഗ്രസ് നടത്തിയത്. നിലവിൽ തന്നെ അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ എടുത്തു പറയേണ്ടിരുന്നത്. കാരണം കോൺഗ്രസ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്ന സമയത്ത് ഇത് ഓൾറെഡി ഇതിന്റെ മുന്നേ യൂട്യൂബിൽ വന്ന വിഷ്വലാണ്. ആ യൂട്യൂബ് വിഷ്വൽ വിടുന്നത് കൊണ്ട് അത് ശരിയായ സോഴ്സ്ഫുൾ വാർത്തയാണോ, അതെന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു തരത്തിൽ പതറുന്ന സാഹചര്യം കോൺഗ്രസിലുണ്ട്. അത് വ്യക്തമായി തന്നെ ഇങ്ങനെ ആൾ നടത്തിയതാണ്, ഇവർ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്നുള്ള വ്യക്തമായ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ
അത് കോൺഗ്രസ് എടുത്തില്ല. പക്ഷെ ഇതിൽ നിന്ന് ആ വീഡിയോ ക്ലിപ്പിലെ സന്ദേശം കണ്ടിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് BJPയുടെ ഓഫീസിൽ വെച്ചാണ് ഇതിന്റെ എല്ലാ കൈമാറ്റങ്ങൾ നടപടികളെല്ലാം നടക്കുന്നത്. BJP ഓഫീസിലേക്ക് ഒരാൾ കയ്യും വീട്ടിൽ കയറി പോകുന്നു, അയാൾ തിരിച്ച് പെട്ടിയുമായി തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം വേറെ ഫാമിൽ വെച്ച് അദ്ദേഹം നിരത്തി വെച്ച 2000-ന്റെ പുതിയ നോട്ടുകളെല്ലാം ഇതിനെ കാണിക്കുന്നു. 50 കോടിയോളം പുതിയ നോട്ടുകളാണ് കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ടുകൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന കരാറുകൾ അദ്ദേഹം പേപ്പറിൽ എഴുതി വെക്കുന്ന ദൃശ്യങ്ങളടക്കം തന്നെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെയുള്ള വീഡിയോ ക്ലിപ്പാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ടതിൽ 5 കോടി രൂപ, 5 കോടിയുടെ പഴയ നോട്ട് കൊടുത്താൽ 3 കോടി രൂപ തിരിച്ചു നൽകും. പക്ഷെ ഈ ബാക്കിയുള്ള തുക ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലൂടെ തന്നെ എന്താണ് മോദി സർക്കാർ ലാഭം? ഇത്രയും തുക എങ്ങനെയാണ് മോദി സർക്കാർ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ചോദ്യങ്ങളാണ് ഇന്ന് ലോകത്തിന് മുമ്പത്തേക്ക് വെക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും ലോകം മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വ്യക്തമാണ് ഹരീഷ്. നോട്ട് നിരോധനത്തിലൂടെ നരേന്ദ്രമോദി നടത്തിയ ഹിമാലയൻ ബ്ലണ്ടർ, നിരോധിച്ച 5 കോടിയുടെ നോട്ടുകൾക്ക് പകരം 3 കോടിയുടെ പുതിയ നോട്ടുകൾ മാറ്റി നൽകുന്ന ഗുജറാത്തിലെ നേതാക്കൾ, അതും അമിത്ഷായുടെ ടൈറ്റിലിൽ. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളാണ് ഇനി BJPയുടെ ഈ ഒരു മുഖം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഇനി വർണ്ണങ്ങളിലൂടെ വിശ്വാസികളുടെ ഇടയിലെത്തും. ചേർത്തല അർത്തുങ്കൽ സ്വദേശിനിയാണ് ആദ്യമായി ഗുരുവിന്റെ പഴയകാല ചിത്രങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. വിശ്വാസികൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ചരിത്രകലയെ ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങളാണ് ചേർത്തല അർത്തുങ്കൽ സ്വദേശി സുധർമ്മ ഗിരിജൻ തന്റെ ചിത്രകലയിലൂടെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗുരുദേവൻ മഹാത്മാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ തുടങ്ങി നാളിതുവരെ വരകളിലൂടെ മാത്രം വായിച്ചു മനസ്സിലാക്കിയ ഗുരുദേവനെ തന്റെ കഴിവുപയോഗിച്ചാണ് ഈ ഗുരുഭക്ത താൻ അഭ്യസിച്ച ചിത്രകലയിലൂടെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടവരൊക്കെ ഗുരുദേവന്റെ കുട്ടിക്കാലം തൊട്ട് ഇങ്ങോട്ട് ഒരേപോലെ മുഖം ശരിയായി വരുന്നുണ്ട്. ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷവും ഇഷ്ടവും. അതെങ്ങനെ സാധിച്ചെന്ന് എന്നോട് എല്ലാരും പറയാം. അത് ഗുരുദേവന്റെ അനുഗ്രഹം തന്നെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശ്രീനാരായണ ഭക്തർ മുഴുവൻ ഈ ചിത്ര പ്രദർശനം കണ്ടിരിക്കേണ്ടതാണെന്നാണ് ചിത്രപ്രദർശനം കാണുന്നവരുടെ അഭിപ്രായം. ആരും ഇത്ര വിശദമായി ഒരു ചിത്രകലയിലൂടെ, നിറങ്ങളിലൂടെ ഗുരുവിന്റെ ജീവിതത്തെ വരച്ച് ചേർത്തിട്ടില്ല. സുധർമ്മ ഗിരിജൻ ആ കൃത്യം വളരെ ഭംഗിയായി മനോഹരമായി നിർവഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വീട്ടുജോലിക്കിടയിൽ കിട്ടുന്ന സമയമെടുത്താണ് ഗുരുദേവന്റെ ചെറുപ്പകാലമടക്കമുള്ള ചിത്രങ്ങൾ 3 വർഷം കൊണ്ട് വരച്ചിരിക്കുന്നത്. ഗുരുവിന്റെ അനുഗ്രഹമാണ് തന്റെ ചിത്രകലയിലെ രഹസ്യമെന്നാണ് ചിത്രകാരിയുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അയോധ്യ തർക്കഭൂമി കേസിലെ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് നിർമോഹി അഖാര സുപ്രീംകോടതിയെ സമീപിച്ചു. മധ്യസ്ഥ ചർച്ച ഫൈസാബാദിൽ നിന്ന് ദില്ലിയിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മാറ്റണമെന്ന് ഹർജിക്കാർ. കോടതി നിയോഗിച്ച 3-അംഗ സമിതിയിലേക്ക് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച 2 ജസ്റ്റിസുമാരെ ഉൾപ്പെടുത്തണമെന്നും നിർമോഹി അഖാര. 1.5 നൂറ്റാണ്ടുകാലമായി നീറിപ്പുകയുന്ന അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താനുള്ള സമിതിയെ നിയോഗിച്ചത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് FM ഇബ്രാഹിം ഖലീഫുള്ള, ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരുൾപ്പെട്ടതാണ് മധ്യസ്ഥ സമിതി. ഈ സമിതിയിലേക്ക് വിരമിച്ച 2 സുപ്രീം കോടതി ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണമെന്നാണ് നിർമോഹി അഖാരയുടെ ആവശ്യം. സമിതിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. 25 പാർട്ടികളെ മധ്യസ്ഥ ചർച്ചകൾക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ നിർമോഹി അഖാര, സുന്നി വഖഫ് ബോർഡ് എന്നിവയിൽ നിജപ്പെടുത്തണമെന്ന് നിർമോഹി അഖാര ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നിർമോഹി അഖാര മാർച്ച് 8 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ വെച്ച് മധ്യസ്ഥ ചർച്ചകൾ നടത്താനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ചർച്ച ദില്ലിയിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മാറ്റണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2010 അലഹബാദ് ഹൈക്കോടതി അയോധ്യയിലെ 2.7 ഏക്കർ തർക്കഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാര, രാംലല്ല എന്നിവർക്ക് 3ആയി വിഭജിച്ച് നൽകിയത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി മധ്യസ്ഥ സമിതിയെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.